ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്ത്. ഡോക്ടർ ഹാരിസിനെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഉപകരണം വാങ്ങാൻ രോഗികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതുൾപ്പെടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റ് 4 വകുപ്പ് മേധാവിമാരും ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിനോട് യോജിക്കുകയാണ്. ഉപകരണങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നില്ലെന്ന് വിവിധ വകുപ്പ് മേധാവിമാർ വിദഗ്ധ സമിതിയെ അറിയിച്ചു. ന്യൂറോളജി, നെഫ്രോളജി, ഗ്യാസ്ട്രോ വിഭാഗങ്ങളിലെ മേധാവിമാർ മെഡിക്കൽ കോളേജിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു. നിലവിൽ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തി. പണം കൊടുത്തുന്ന രോഗികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതിയിലെ രോഗികൾക്കും ഇത്തരം അവസ്ഥ വന്നിട്ടുണ്ടെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വരുമാന സ്രോതസ്സുകൾ കൂട്ടണമെന്നും സമിതി ശുപാർശ ചെയ്തു. HDS നിയമനങ്ങളിൽ യോഗ്യതയുള്ള PSC വഴി നിയമിക്കണം. ഓഫീസ് സ്റ്റാഫ് പാറ്റേൺ മാറ്റണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് പ്രീ ബജറ്റ് യോഗത്തിൽ എല്ലാവരെയും വിളിച്ചു ചേർക്കണമെന്ന് വിദഗ്ധ സമിതി പറയുന്നു. ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ ശരിവെക്കുമ്പോഴും ഡോക്ടർ നടത്തിയത് സർവീസ് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിയാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. മീഡിയ 1, തിരുവനന്തപുരം.